മുഖം നോക്കുന്ന കണ്ണാടിയേക്കാൾ മുഖത്തു വെക്കുന്ന കണ്ണാടിയാണ് നമുക്ക് പൊതുവെ ഇഷ്ടം. മുഖം നോക്കുന്ന കണ്ണാടി എനിക്ക് എന്നെ തന്നെ കാണുവാൻ എന്നെ പ്രാപ്തീകരിക്കുന്നതാണ്. എന്നാൽ മുഖത്തു വെക്കുന്ന കണ്ണാടി എനിക്ക് മറ്റുള്ളവരെ കാണാൻ ഉപയോഗിക്കുന്നതാണ്. എനിക്ക് എന്നെ കാണുന്നതിനേക്കാൾ മറ്റുള്ളവരെ കൂടുതൽ കാണുന്ന ഒരു ലോകത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവവചനം ഒരു നിലക്കണ്ണാടിയാണ്. എനിക്ക് എന്നെ തന്നെ കാണുവാൻ, എൻ്റെ കുറവുകളെയും എൻ്റെ ബലഹീനതയും തിരിച്ചറിയുവാൻ, എൻ്റെ നന്മകളെ എനിക്ക് കാട്ടിത്തരുവാൻ എന്നെ പ്രാപ്തീകരിക്കുന്ന പുസ്തകമാണ് ദൈവവചനം. അതുകൊണ്ട് തന്നെയാണ് ലോകപ്രശസ്തനായ എഴുത്തുകാരൻ ഹാൻസ് റൂഡി വെബർ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എങ്കിലും വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ട ഒരു പുസ്തകത്തിന് അദ്ദേഹം കൊടുത്ത തലക്കെട്ട് ഇങ്ങനെയാണ്: ദ ബുക്ക് ദാറ്റ് റീഡ്സ് മീ. എന്നെ വായിക്കുന്ന പുസ്തകം. ഓരോ ദൈവവചന കേൾവിയും നമുക്ക് നമ്മെ തന്നെ വായിപ്പാൻ, നമ്മെ തന്നെ കാണുവാൻ, തിരിച്ചറിയുവാൻ സാധ്യമായിട്ട് തീരണം. ഈ കൺവെൻഷൻ്റെ ഈ രാത്രിയിലെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനം നമ്മെ തന്നെ ഒന്ന് കാണുവാനും തിരുത്തുവാനും തിരിച്ചറിയുവാനും മുഖാന്തരമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോട് ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാകുന്നു. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട ബഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ. നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും ഇരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബഥേലിലെത്തി അവിടെ ഒരു യാഗപീഠം പണിതു. തൻ്റെ സഹോദരന് മുൻപിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവന് അവിടെ വച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്ത് എൽ ബഥേൽ എന്ന് വിളിച്ചു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വചനമാകുന്ന ഞങ്ങളുടെ ദൈവമേ, വചനത്തിലൂടെ നീ നിരന്തരം ഞങ്ങളെ വിളിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഈ രാത്രി ദൈവവചനത്തിന് മുൻപിൽ ഞങ്ങളുടെ ബാഹ്യമായ കണ്ണുകളെ അടച്ച് ഉൾക്കണ്ണുകളെ ഒന്ന് തുറക്കുവാൻ ഒരു തിരിച്ചറിവിൻ്റെ രാത്രിയായി നീ ഈ സന്ധ്യ അവിടുന്ന് തീർക്കണമേ. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഇരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. വന്നതിനേക്കാൾ നന്നായി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ അവിടുന്ന് കൃപയരുളണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യാക്കോബ് തൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും കൂടെ പാർത്തവനായിരുന്നു. ഇസഹാക്കിനും റിബേക്കയ്ക്കും 20 വർഷക്കാലമായി കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ തൻ്റെ 60-ാമത്തെ വയസ്സിൽ
തൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം അവന് 2 മക്കളെ നൽകുന്നു. ഈ 2 കുഞ്ഞുങ്ങളും ദൈവഭക്തിയുള്ള മാതാപിതാക്കളുടെ പാരമ്പര്യമായി ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന കുടുംബത്തിൽ ജീവിച്ചവർ ആയിരുന്നു. മാതാപിതാക്കൾ ദൈവത്തോട് പറ്റി ജീവിച്ചവർ എങ്കിലും യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ദൈവവുമായി അവന് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ദൈവവുമായി വ്യക്തിപരമായുള്ളൊരു ബന്ധമാണ് ദൈവഭക്തി എന്ന് പറയുന്നതെങ്കിൽ യാക്കോബ് ഒരു ഭക്തൻ അല്ലായിരുന്നു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ദൈവവുമായി വ്യക്തിപരമായൊരു ബന്ധമില്ലായിരുന്ന യാക്കോബ് തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമോ നേടിയെടുപ്പാൻ താൻ ആഗ്രഹിച്ചതുകൊണ്ട് തൻ്റെ സഹോദരൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്ത് അവൻ തൻ്റെ പിതാവിനെ കബളിപ്പിച്ച് തൻ്റെ ജീവിതത്തിൽ ചില നേട്ടങ്ങൾക്കായുള്ള കുറുക്കുവഴികൾ അവൻ തിരഞ്ഞെടുക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അവൻ ഈ വഴി തിരഞ്ഞെടുത്തത് എന്ന് നാം ചരിത്രം പഠിക്കുമ്പോൾ ഒരു കുടുംബത്തിലെ ആദ്യജാതന് 3 അവകാശങ്ങളുണ്ടായിരുന്നു. 1, കുടുംബത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും ഭരണം. 2, അവകാശത്തിൻ്റെ ഇരട്ടി പങ്ക്. 3, കുടുംബത്തിലെ പൗരോഹിത്യ പദവി. പണവും പ്രതാപവും പ്രശസ്തിയും നേടുന്നതിനായി അനർഹമല്ലാത്തതിനെ അർഹമാക്കാൻ ശ്രമിച്ചവനായിരുന്നു യാക്കോബ്. പണവും പ്രശസ്തിയും പദവികളും നേടുന്നതിന് അനർഹമായതിനെ അർഹമാക്കാൻ അവൻ ശ്രമിച്ചു. ചതിയനെന്നായിരുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം. അവൻ്റെ പേരിനൊത്ത സ്വഭാവം കാണിച്ച് തൻ്റെ സഹോദരനെയും തൻ്റെ പിതാവിനെയും തൻ്റെ ഭവനത്തെയും ചതിച്ച് അവൻ പ്രാണരക്ഷാർത്ഥം ഭവനം വിട്ട് പലായനം തുടങ്ങുകയാണ്. അതുവരെ തണലായി നിന്ന സകലവും അവന് കൈവിട്ടു പോകുന്നു. അവനിതാ ബെർസേബയിലെ മരുഭൂമിയിൽ കൂടി യാത്ര തിരിക്കുകയാണ്. ബെർസേബയിലെ മരുഭൂമിയിലൂടെ അവൻ യാത്ര തിരിക്കുമ്പോൾ അവന് ആ മരുഭൂമി നൽകുന്നത് ഭീതിയുടെയും ഏകാന്തതയുടെയും ഇരുട്ടിൻ്റെയും അനുഭവങ്ങളായിരുന്നു. ഈ അനുഭവങ്ങളിലൂടെ അവൻ യാത്ര തിരിക്കുമ്പോൾ തന്നെ അർദ്ധരാത്രി അവന് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുകയാണ്. ദൈവത്തിൻ്റെ ഭവനമായ ബഥേലിൽ വെച്ച് ദൈവം യാക്കോബുമായി ഒരു ഉടമ്പടി ചെയ്യുകയാണ്. യാക്കോബ് ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്യുന്നു. എന്നാൽ 20 വർഷങ്ങൾ പിന്നിടുമ്പോൾ യാക്കോബ് ഇന്ന് ലാബാൻ്റെ ഭവനത്തിലാണ്. ലാബാൻ്റെ ഭവനത്തിലെ ഭൗതികതകൾ യാക്കോബിനെ വല്ലാതെ ആകർഷിച്ചിരിക്കുകയാണ്. ഈ ഭൗതികതയിൽ അവനിതാ കീഴ്പ്പെട്ടിരിക്കുകയാണ്. ഈ ഭൗതികതയിൽ അവൻ ആശ്രയിക്കുകയാണ്. അവൻ കണ്ടെത്തിയ ദൈവത്തെ, അവന് ഉറപ്പുകൊടുത്ത, അവന് വാക്കുകൊടുത്ത, അവന് ആശ്രയമായിരുന്ന ദൈവത്തെ അവനിതാ മറന്നുപോകുകയാണ്. ലാബാൻ്റെ ഭവനത്തിൽ അവൻ ഭൗതികമായി ഉന്നതിയിലേക്ക് ഉയരുന്നു എങ്കിലും അവൻ്റെ മനസ്സ് എന്നും അസ്വസ്ഥമായിരുന്നു. വേദപുസ്തകത്തിൽ ഏറ്റവും ശക്തമായ 2 പ്രമേയങ്ങളാണ് അനുതാപവും അനുരഞ്ജനവും. അനുതാപവും അനുരഞ്ജനവും വേദപുസ്തകത്തിലെ ശക്തമായ 2 പ്രമേയങ്ങളാകുന്നു എങ്കിൽ യാക്കോബിൻ്റെ ജീവിതത്തിലൂടെ അനുതപിക്കുന്നതിലും അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്നതിലും ദൈവം വീണ്ടും യാക്കോബിനോട് ഇടപെടുകയാണ്. പ്രവാചകന്മാരുടെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. യോവേൽ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ കീറണം. നിങ്ങളുടെ പുറമേയുള്ള ഒരു അനുതാപമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് അകമേയുള്ള ഹൃദയത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു അനുതാപമാണ്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യാക്കോബിനെ വീണ്ടും ദൈവം ഓർക്കുകയാണ്. പ്രതിസന്ധിയിൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ കണ്ട് മാറിപ്പോകുന്നൊരു ദൈവമല്ല, പിന്നെയോ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ അടുത്തു വരുന്ന ദൈവത്തെ യാക്കോബ് വീണ്ടും അനുഭവിച്ച് അറിയുകയാണ്. തൻ്റെ ഏകാന്തതയിൽ, തൻ്റെ പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന യാക്കോബിനെ
വീണ്ടും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ബഥേലിലേക്ക് മടങ്ങുവാൻ അവന് ആഹ്വാനം നൽകുകയാണ്. എന്തായിരുന്നു യാക്കോബിന് ബഥേൽ? സ്വന്തം ബുദ്ധി കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും ഭൗതികമായ നേട്ടങ്ങൾ നേടിയെടുത്ത് എന്തെല്ലാമോ ആയിത്തീരാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവൻ പ്രവർത്തിച്ചതിന് വിരോധമായി ഒന്നുമല്ലാത്തവനായി മരുഭൂമിയുടെ അനുഭവത്തിൽ ഏകാന്തതയിൽ അവനായിരുന്ന ഇടത്ത് ബഥേലിൽ ദൈവം അവനെ കണ്ടെത്തുന്നു. ദൈവം അവനെ കണ്ടെത്തിയ അഥവാ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ബഥേലിലേക്ക് മടങ്ങി വരുവാൻ യാക്കോബിനെ ദൈവം ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, ഭൗതികമായ ഒരു സമൃദ്ധി വല്ലാതെ ഇന്ന് നമ്മെ ആകർഷിച്ചിരിക്കുന്ന, കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഭൗതികമായ നേട്ടങ്ങൾക്ക് പിന്നാലെ, ഭൗതികമായ സാധ്യതകൾക്ക് പിന്നാലെ, അധികാരങ്ങൾക്ക് പിന്നാലെ, പ്രശസ്തിക്ക് പിന്നാലെ പരക്കം പായുന്ന ഒരു ഭൗതിക ലോക സാഹചര്യങ്ങൾ ഇന്ന് നമ്മെ വല്ലാതെ കീഴ്പ്പെടുത്തിയിരിക്കുമ്പോൾ യാക്കോബും ഇതാ ഭൗതികമായ ഉന്നതികൾ നേടിയെടുത്തു എങ്കിലും അവനിതാ മാനസികമായ വളരെ സംഘർഷത്തിൻ്റെ മധ്യത്തിൽ ലാബാൻ്റെ ഭവനത്തിൽ ആയിത്തീർന്നിരിക്കുകയാണ്. ഇന്ന് എവിടെയും നാം ദർശിക്കുന്ന ഒരു അനുഭവമാണ് ഇത്. 1998 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാർത്ഥിയായി പഠിക്കുമ്പോൾ അധികാലത്ത് രാവിലെ കോളേജിലേക്ക് നടന്നു പോകുകയാണ്. ഞാൻ നടന്നു പോകുമ്പോൾ ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ ഗേറ്റ് തുറന്നു കൊടുക്കുന്നൊരു സെക്യൂരിറ്റി, ആ ഗേറ്റ് വഴി വിലയേറിയ ഒരു വാഹനം വെളിയിലേക്ക് വരുന്നു. തൊട്ടു മുമ്പ് ഒരു സ്ത്രീ നടന്നു പോകുന്നുണ്ട്. നടന്നു പോകുന്ന ഈ സ്ത്രീയുടെ അടുത്തേക്ക് ഈ വാഹനം സ്ലോ ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന മനുഷ്യൻ പറയുന്നു, കരടി കരടി. ഈ സ്ത്രീ പറയുന്ന മറുപടി തൊട്ടുപുറകെ നടന്നു പോകുന്ന എനിക്ക് കേൾക്കാം, പോടോ പോടോ. ആരായിരിക്കും? ഭാര്യയും ഭർത്താവുമാണ്. ബഹുനില കെട്ടിടങ്ങളുണ്ട്, വിലപിടിപ്പുള്ള വാഹനങ്ങൾ നമുക്കുണ്ട്, ഇഷ്ടം പോലെ ധനം നമ്മുടെ പക്കലുണ്ട്. എന്നാൽ സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഭവനങ്ങളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അസ്വസ്ഥതകൾ പേറി നടക്കുന്ന ജീവിതങ്ങളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അങ്ങനെയെങ്കിൽ ഈ രാത്രി ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു, ബഥേലിലേക്ക് മടങ്ങി വരുവീൻ. ബഥേലിലേക്ക് മടങ്ങി വരുവാൻ യാക്കോബിനോട് ആവശ്യപ്പെടുന്ന ദൈവം അവനെ ഓർമ്മിപ്പിക്കുമ്പോൾ യാക്കോബ് ബഥേലിലേക്ക് മടങ്ങുവാൻ അവനിൽ വരുത്തുന്ന ചില മാറ്റങ്ങളാണ് നാം 35-ാം അധ്യായത്തിൽ കണ്ടത്. ബഥേൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ എന്തായിരുന്നു? വേഗം 3 ചിന്തകൾ പങ്കുവച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 1, ബഥേൽ ദൈവ കൽപ്പനയുടെ ഇടമാണ്. ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് ഗോഡ്സ് കമാൻഡ്. ദൈവം യാക്കോബിനെ കണ്ടയിടത്ത് ദൈവം യാക്കോബിന് ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ കൽപ്പന? നീ പോകുന്ന ഇടങ്ങളിലെല്ലാം ഒരു യാഗപീഠം പണിയണം. നീ എവിടെയെല്ലാം സഞ്ചരിക്കുന്നുവോ, നീ എവിടെയെല്ലാം പാർക്കുന്നുവോ, നീ എവിടെയെല്ലാം പോകുന്നുവോ അവിടെയെല്ലാം എനിക്ക് ഒരു യാഗപീഠം പണിയണം. മാർത്തോമ സഭാവിശ്വാസ സമൂഹം അധികമെങ്ങും ചിതറിപ്പാർക്കായിരുന്നൊരു കാലത്ത് അഭിമന്യ എബ്രഹാം മാർത്തോമ മെത്രാപ്പൊലീത്ത ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ജനത്തെ നീ ചിതറിക്കണമേ. അവർ പോകുന്ന ഇടങ്ങളിലെല്ലാം ഓരോ മാർത്തോമക്കാരനും ഒരു സുവിശേഷകനായി തീരണമേ. എൻ്റെ ജനത്തെ ചിതറിക്കണമേ. അവർ പോകുന്ന ഇടങ്ങളിൽ ഓരോ മാർത്തോമക്കാരനും ഒരു സുവിശേഷകനായി തീരണം. എവിടെ ചെന്നു പാർക്കുന്ന ഇടങ്ങളിലും എവിടെ പോകുന്ന ഇടങ്ങളിലും ഒരു യാഗപീഠം പണിയണം. എന്ത് യാഗപീഠമാണ് പണിയുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയുടെ അണയാത്തൊരു യാഗപീഠം പണിയുന്നവർ ആകണം എന്നാണ്. പ്രാർത്ഥനയുടെ അണയാത്ത യാഗപീഠം കത്തുന്ന
ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ തീരണം. വൃക്ഷത്തിൻ്റെ വേരുപോലെയാണ് വ്യക്തിജീവിതങ്ങൾക്ക് പ്രാർത്ഥന. വേറെ ആഴമുള്ളതാണെങ്കിൽ, വേറെ ശക്തമാണെങ്കിൽ ഏത് കാറ്റിലും മറിയാതെ വൃക്ഷങ്ങൾ നിൽക്കും. എന്നാൽ വേറെ ആഴമുള്ളതല്ല എങ്കിൽ വൃക്ഷങ്ങൾ വേഗം കടപുഴകും. വൃക്ഷത്തിൻ്റെ വേര് പോലെയാണ് പ്രാർത്ഥനാ ജീവിതമെങ്കിൽ വ്യക്തികൾക്ക് പ്രാർത്ഥനാ ജീവിതം ആഴമുള്ളതായി തീരണം. ഒരു വ്യക്തിയുടെ 3 പ്രാർത്ഥനാ തലങ്ങളുണ്ട്. 1 പേഴ്സണൽ പ്രയർ, 2 ഫാമിലി പ്രയർ, 3 ചർച്ച് വർഷിപ്പ്. ഒരു വ്യക്തിപരമായ പ്രാർത്ഥന, ഒരു കുടുംബ പ്രാർത്ഥന, ആരാധന, ആലയങ്ങളിലെ ഇടങ്ങളിലെ പ്രാർത്ഥന സമൂഹം. പ്രാർത്ഥന അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. വ്യക്തിപരമായ പ്രാർത്ഥനകൾ, വേദപുസ്തക വായനകൾ കുറഞ്ഞു പോകുന്നു. കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആരാധന ആലയങ്ങളിലെ സജീവത നഷ്ടപ്പെട്ടു വരുന്നു. എന്തുകൊണ്ട്? ഒരു പരിധിവരെ 3 സ്ക്രീൻസ് അഡിക്ഷൻസ് ആണ് ഇന്ന് നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. 3 സ്ക്രീൻസ് അഡിക്ഷൻസ്: മൊബൈൽ സ്ക്രീൻ, കമ്പ്യൂട്ടർ സ്ക്രീൻ, TV സ്ക്രീൻ. ഇത് ദേവാലയങ്ങളിലും പൊതു ഇടങ്ങളിലും ഭവനങ്ങളിലും ഈ ആസക്തി നമ്മെ വല്ലാതെ കീഴ്പ്പെടുത്തിയിരിക്കുമ്പോൾ ബന്ധങ്ങൾ ഇന്ന് ബന്ധനങ്ങളായി തീരുകയാണ്. ദേവാലയങ്ങളുള്ളിൽ ഈ ആസക്തി നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ വാച്ച് നൈറ്റ് സർവീസിൽ ഞാൻ ഈ യൗവനക്കാരനെ ശ്രദ്ധിക്കുമ്പോൾ അവൻ കുനിഞ്ഞിരിക്കുകയാണ്, തല നിവരുന്നേയില്ല. വാച്ച് നൈറ്റ് സർവീസ് കഴിഞ്ഞു, ആരാധന കഴിഞ്ഞു, വിശുദ്ധ കുർബാന കഴിഞ്ഞു. അവൻ സൈഡ് റൂമിൽ വന്ന് എന്നെ വിഷ് ചെയ്തപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആ മൊബൈൽ ഫോണൊന്ന് വാങ്ങി നോക്കി. രാത്രി 12 മണിക്കും 2 മണിക്കും ഇടയിൽ അവൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് 186 മെസ്സേജ് സെൻഡ് ചെയ്തിരിക്കുകയാണ്. ദൈവത്തെ ആരാധിപ്പാൻ ദേവാലയങ്ങളിൽ കടന്നു വരുന്നവർ ഇന്ന് ഈ ആസക്തിയുടെ മധ്യത്തിലാണ്. ദേവാലയത്തിനുള്ളിൽ ഇത് സംഭവിക്കുന്നു, നമ്മുടെ ഭവനങ്ങളിൽ ഇത് സംഭവിക്കുന്നു. വ്യക്തിപരമായ പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടു പോകുന്നു. കാലം മാറി, കോലം മാറി എന്ന തലക്കെട്ടിൽ ഈ അടുത്തിറങ്ങിയ ഒരു ലേഖനത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചു: പണ്ട് അധികാലത്ത് എഴുന്നേറ്റ് ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അധികാലത്ത് എഴുന്നേറ്റ് ആദ്യം നോക്കുന്നത് വാട്സപ്പും ഫേസ്ബുക്കുമാണ്. മാധ്യമ സംസ്കാരം നമ്മെ ഇന്ന് കീഴ്പ്പെടുത്തുന്നു. കുടുംബ പ്രാർത്ഥന എന്തുകൊണ്ട് അന്യമാകുന്നു? എൻ്റെ പട്ടത്ത ശുശ്രൂഷയിൽ ഞാൻ ശുശ്രൂഷിച്ച എല്ലാ ഇടവകകളിലും എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ഓരോ രാത്രി കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാൻ സംബന്ധിച്ചവനാണ്. എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും എൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിലും ഞാൻ പറയട്ടെ, നമ്മുടെ സഭയിൽ ഇന്ന് പ്രഭാതത്തിലും സന്ധ്യയിലും ക്രമമായി കുടുംബ പ്രാർത്ഥന നടക്കുന്ന ഭവനങ്ങളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരുന്നു. അങ്ങനെയെങ്കിൽ ഈ വർഷത്തെ നമ്മുടെ കൊട്ടാരക്കര കൺവെൻഷൻ ഒരുമിച്ച് നാം ഈ സന്ധ്യയിൽ കൂടുമ്പോൾ അധിക മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ സംഭവിച്ചില്ലെങ്കിലും എനിക്കൊരു അപേക്ഷ മാത്രമുണ്ട്. ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഇന്ന് ഈ പന്തൽ വിട്ടു പോകാവൂ. അന്യം നിന്ന് പോയ, അന്യപ്പെട്ടു പോയ എൻ്റെ ഭവനത്തിലെ കുടുംബ പ്രാർത്ഥന ഞാൻ ആരംഭിക്കും. എന്തുകൊണ്ടാണ് നാം കുടുംബ പ്രാർത്ഥനയ്ക്ക് അധികം സമയം കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്? നമ്മുടെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, തിരക്കുള്ള ജീവിത സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് പലപ്പോഴും കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം ലഭിക്കാതെ പോകുന്നു. എന്നാൽ ഈ രാത്രി ഞാനൊരു ചെറിയ കുടുംബത്തെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. അഭിമന്യ കൂറുലോസിലും എനിക്ക് വ്യക്തമായി വ്യക്തിപരമായി അറിവുള്ളൊരു കുടുംബമാണ്. വെച്ചുച്ചിറ കോളനി സെൻറ് തോമസ് മാർത്തോമ ഇടവകയിൽ 5 അംഗങ്ങളുള്ളൊരു കുടുംബമാണ്. അവിടുത്തെ ഗ്രഹനാഥൻ സന്ധിവാത രോഗിയായി തളർവാദം പിടിപെട്ട് കിടപ്പിലാണ്. 3 കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. മൂത്ത മകൻ ആംസൺ ഞാൻ ഇടവകയിൽ ശുശ്രൂഷിക്കുമ്പോൾ അവന് 13 വയസ്സുണ്ട്. നല്ല ശാരീരിക ക്ഷമതയില്ലാത്ത ഒരു കുട്ടിയാണ്. രണ്ടാമത് അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു മകളെ കൊടുത്തു, ആശമോൾ. 10 വയസ്സ് പ്രായമുണ്ടെങ്കിലും
ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു 1.5 വയസ്സിൻ്റെ വളർച്ച മാത്രമേ ഉള്ളൂ. ഒരു മാംസപിണ്ഡം പോലെ പിതാവിൻ്റെ ചാരത്ത് അവളെ കിടത്തിയിരിക്കുകയാണ്. മൂന്നാമത് ഒരു മകനുണ്ട്, അജിമോൻ. അവനും നല്ല വളർച്ചയും ശേഷിയുമില്ലാത്ത ഒരു മകനാണ്. എന്നാൽ സന്ധ്യയിൽ വികാരിയച്ഛൻ അവിടെ ചെല്ലുമെന്ന് അറിവില്ലാത്തത് കൊണ്ടും അവരുടെ ക്രമമായുള്ള കുടുംബ പ്രാർത്ഥന നടക്കുന്നത് പോലെ ആ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞു. വളഞ്ഞു കിടക്കുന്ന ഈ 4 ജീവിതങ്ങൾക്ക് മുമ്പിൽ ആരെങ്കിലും വെച്ച് നീട്ടുന്ന അല്പ ആഹാരം വെച്ച് വിളമ്പി കൊടുക്കുന്ന ഒരമ്മ, നാളെയെ കൊണ്ട് ഒരു പ്രതീക്ഷയും ഈ ജീവിതങ്ങളുടെ മുമ്പിൽ ഇല്ലാത്തൊരു സ്ത്രീ, ദൈവം ആശ്വസിക്കുവാൻ ഒന്നും വെച്ച് നീട്ടിയിട്ടില്ലാത്ത ഈ പാവപ്പെട്ട അമ്മ മുട്ടുകുത്തി കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തി അന്ന് സന്ധ്യയിലെ അവരുടെ കുടുംബ പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ അവർ പാടിയ പാട്ട് എന്നെ വല്ലാതെ ആകർഷിക്കുകയും എൻ്റെ കണ്ണുകൾ നിറയുകയും ചെയ്തു. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത, നാളെയെക്കുറിച്ച് ഒരു സ്വപ്നങ്ങളുമില്ലാത്ത ഒരു സ്ത്രീ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ യേശു എനിക്ക് നല്ലവൻ, എൻ്റെ ആപത്തിൽ, എൻ്റെ രോഗത്തിൽ, എൻ്റെ ജീവിതത്തിൻ്റെ വൻ പ്രയാസങ്ങളുടെ മധ്യത്തിൽ അവൻ എനിക്ക് മതിയായവനാണ്. എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, പ്രാർത്ഥനയുടെ, കുടുംബ ആരാധനയുടെ യാഗപീഠം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഇവിടെ നിന്ന് എഴുന്നേൽപ്പാൻ നമുക്ക് കഴിയണം. ഇതാ യാക്കോബ് 20 വർഷങ്ങൾ പിന്നിടുമ്പോൾ അവനിതാ ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. അവൻ നിർജീവമായിരിക്കുന്നു. ലാബാന്റെ ഭവനത്തിലെ സാധ്യതകളൊന്നും അവൻ്റെ മനസ്സിന് സ്വസ്ഥത നൽകാതെ അവനായിത്തീരുകയാണ്. അപ്പോൾ യാക്കോബ് ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ഇതാ ബഥേലിലേക്ക് മടങ്ങുകയാണ്. മടങ്ങുവാൻ അവൻ 3 പടികൾ ചെയ്യുകയാണ്. 1, റിമെമ്പർ. എവിടെ വച്ചവൻ ദൈവത്തെ കണ്ടു എന്നും അവിടെ അവൻ എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തുവെന്നും അവൻ ഓർത്തു. ഓർമ്മ നല്ലൊരു ഔഷധമാണ്. ഓർമ്മിക്കൽ നല്ല ഒരു ചികിത്സയാണ്. യാക്കോബ് ദൈവത്തെ കണ്ടെത്തിയിടത്തെ കുറിച്ച് ഓർത്തു. അവൻ ദൈവത്തെ കണ്ടെത്തിയിടത്ത് ഇങ്ങനെ അവൻ വിളിച്ചു പറഞ്ഞു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. ദൈവത്തെ കണ്ടെത്തിയിടത്തെ കുറിച്ച് അവൻ ഓർമ്മ വന്നു. ഇന്നലകളിൽ അവൻ്റെ ഏകാന്തതയിൽ, അവൻ്റെ മരുഭൂയാത്രയിൽ അവനെ ബലപ്പെടുത്തിയ, ശക്തിപ്പെടുത്തിയ ദൈവത്തെക്കുറിച്ച് അവൻ ഓർത്തു. ഇന്നലകളെക്കുറിച്ച് ഓർക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ആത്മീയതയുടെ ഏറ്റവും വലിയ അപജയം. ഇന്നലകളെക്കുറിച്ചും നടന്നു വന്ന വഴികളെക്കുറിച്ചും ഓർക്കാൻ ഇന്ന് നാം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, മരുഭൂമിയിൽ നിന്നെ നടത്തിയ ദൈവത്തെ നീ ഓർക്കണം, തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അവനെ നീ സ്തോത്രം ചെയ്യണം. ഇന്നലകളിൽ കൂടെ ഇരുന്ന ദൈവത്തെ ഓർക്കണം. 2003 പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഓതറ സെൻറ്റ് പോൾസ് മാർത്തോമ ഇടവകയിലെ എല്ലാ പ്രായം ചെന്ന മാതാപിതാക്കളെയും ചെന്ന് കണ്ട് പ്രാർത്ഥിക്കണം. എൻ്റെ അമ്മയുടെ വാക്ക് ഞാൻ കേട്ടനുസരിച്ചു. എൻ്റെ ഇടവകയിലെ എല്ലാ പ്രായമുള്ള മാതാപിതാക്കളെയും ഞാൻ പോയി കണ്ടു. ഞാനൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പ്രായമുള്ള മാതാവ് വീടിൻ്റെ വാതിലിൽ ഇരിപ്പുണ്ട്. എന്നെ അകത്തേക്ക് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞാൻ അകത്ത് കയറിയിരുന്നു. പെട്ടെന്ന് ഈ മാതാവ് വികാരഭരിതയായി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. മോനറിയാമോ, എനിക്ക് 4 മക്കളാണ്. ഞാൻ പറഞ്ഞു, എനിക്കറിയാം അമ്മച്ചി. പട്ടിണിയാണ് നമ്മുടെ നാട്. 3 നേരം അരിയാഹാരം കഴിക്കുന്ന വീടുകളുടെ എണ്ണം കുറവാണ്. മലയാളിയുടെ വിശപ്പ് മാറ്റാൻ കേരളത്തിൽ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന സാധനമാണ് കപ്പ. 3 നേരം കപ്പയും കഴിച്ച് വയറ് നിറപ്പാൻ സാധ്യതയില്ല. ഒരു മൂട് കപ്പ പറിച്ചാൽ അടുത്ത നേരം പട്ടിണിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു മൂട് കപ്പയുടെ മുട്ടിൽ പോയിരുന്ന് കിഴക്കുവശത്തെ മണ്ണു മാന്തി 2 കിഴങ്ങ് പിരിച്ചൊട്ടിച്ചെടുക്കും.
മനക്കണക്ക് കൂട്ടും. എൻ്റെ 4 മക്കൾക്കും 2 കഷണം വീതം കൊടുക്കാൻ ഉണ്ടോ? 4 മണിക്ക് വീട്ടിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ഭക്ഷണം വെച്ച് വിളമ്പിക്കൊടുക്കും. കല്ല് കൊടുത്താൽ ദഹിക്കുന്ന പ്രായം, വേഗം ഭക്ഷിക്കും. ചോദിക്കും, അമ്മ വിശക്കുന്നു, ഇനിയും വല്ലതും ഉണ്ടോ? ഒന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വയറ് നിറച്ച് കൊടുക്കാനില്ലാതെ വാവിട്ട് നിലവിളിച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ പട്ടിണി എന്ന് നീ ഒന്ന് മാറ്റും. തുടർന്ന് മാതാവ് പറയുന്നു, മുന്നങ്ങോട്ടൊന്ന് നോക്കണം. ഞാൻ നോക്കുമ്പോൾ നിധി പോലെ ഒരു വേദപുസ്തകം ആ വീടിൻ്റെ മുൻപിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. ആ വേദപുസ്തകത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രായമുള്ള മാതാവ് പറഞ്ഞു തരുന്നു, മോനെ, ഞങ്ങളുടെ പട്ടിണിയുടെ നാളിൽ, ഞങ്ങളുടെ വിശപ്പിൻ്റെ നാളിൽ ഞങ്ങളുടെ വിശപ്പ് മാറ്റിയ ജീവന്റെ പുസ്തകമാണ് ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ വിശപ്പ് മാറ്റിയ, ഞങ്ങളുടെ പട്ടിണി മാറ്റിയ ജീവന്റെ പുസ്തകമാണ് ഈ ഇരിക്കുന്നതെന്ന് ഓർക്കുവാൻ ഇന്നും ഈ സഭയിൽ ചില അമ്മമാരുള്ളതാണ്. ഈ സഭയുടെ അനുഗ്രഹമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, റിമെമ്പർ, നീ നടന്നു വന്ന വഴികളെ കുറിച്ച്, നിന്നെ നടത്തിയ ദൈവത്തെ കുറിച്ച് നിനക്ക് ഈ രാത്രി ഒരു ഓർമ്മയുണ്ടാകണം. ഓർമ്മയുണ്ടാകുമ്പോൾ നിന്നിലൊരു റിട്ടേൺ, നിന്നിലൊരു മടക്കം ആരംഭിക്കും. ഇതാ യാക്കോബ് എന്ന ദൈവത്തെ കുറിച്ച് ഓർത്തപ്പോൾ അവൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഇതാ മടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബ് ഹാരാനെ വെറുക്കുകയാണ്. യാക്കോബിന് ലാബാന്റെ ഭവനം അസ്വസ്ഥതയുടെ ഇടമായി തീരുകയാണ്. സുവിശേഷങ്ങളുടെ സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം 3-ാം ഉപമയിൽ കാണുന്ന സുന്ദരമായ ഒരനുഭവമുണ്ട്. ഈ യൗവനക്കാരൻ ലോകസുഖങ്ങൾ നേടി വേഗം ധനികനാകാമെന്നുള്ള പ്രതീക്ഷയോട് യാത്ര തിരിച്ചു. എങ്കിലും അവൻ ചെന്നെത്തിയ ഇടം പന്നിയുടെ കൂടാണ്. പന്നിയുടെ കൂട്ടിൽ അവൻ അസ്വസ്ഥനാകുമ്പോൾ, അവൻ്റെ സ്വസ്ഥതകൾ നഷ്ടപ്പെടുമ്പോൾ അവനിലൊരു സുബോധത്തിൻ്റെ വെളിച്ചം വീശുകയാണ്. ഈ സുബോധം അവനിൽ ഉളവായപ്പോൾ അവൻ എഴുന്നേറ്റു, അവൻ അനുതപിച്ചു, അപ്പൻ്റെ ഭവനത്തിലേക്ക് അവൻ മടങ്ങിപ്പോയി. അനുതാപം തെറ്റ് ഏറ്റുപറയുക മാത്രമല്ല, അനുതാപം ശരി ചെയ്യാനുള്ള സമർപ്പണമാണ്. അനുതാപം തെറ്റ് ഏറ്റുപറയുകയല്ല, അനുതാപം ശരി ചെയ്യാനുള്ള സമർപ്പണമാണ്. സക്കായി ക്രിസ്തുവിനോട് അനുതപിച്ചു, തെറ്റ് ഏറ്റുപറഞ്ഞു. അവിടെ അവൻ്റെ അനുതാപം അവസാനിച്ചില്ല. ശരി ചെയ്യുവാൻ അവനെ തന്നെ സമർപ്പിച്ചു. ചില ഓർമ്മപ്പെടുത്തലുകൾ ഈ രാത്രി നമുക്ക് മടങ്ങി വരവിനുള്ള ആഹ്വാനം തരികയാണ്. നാം ആയിരിക്കുന്ന അസ്വസ്ഥതയുടെ ഇടത്തു നിന്ന് സ്വസ്ഥതയുടെ ഇടത്തേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഈ രാത്രി ദൈവം തരികയാണ്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി. ഇതാ യാക്കോബ് അവനായിരുന്ന അസ്വസ്ഥതയുടെ ഇടത്തു നിന്ന് റിട്ടേൺ. മടങ്ങിപ്പോകുന്നതിനു മുമ്പ് യാക്കോബ് തൻ്റെ ഭവനത്തിൽ, തൻ്റെ ജീവിതത്തിൽ മാറ്റേണ്ടതിനെ ചിലത് മാറ്റുകയാണ്. റിമെമ്പർ, റിട്ടേൺ, റിമൂവ്. അവൻ കാതിലെ കുണുക്ക് തൻ്റെ ജനത്തിൻ്റെ മാറ്റുന്നു. വിഗ്രഹങ്ങളെയെല്ലാം അവനിതാ പെറുക്കിക്കളയുന്നു. ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതിനെ മാറ്റിയെങ്കിൽ മാത്രമേ നിനക്ക് ബഥേലിലേക്ക് മടങ്ങാൻ സാധിക്കൂ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിന്റെ ശുദ്ധീകരണം തന്നെ. വ്യക്തി ജീവിതങ്ങളിൽ വ്യക്തികൾ പരാജയപ്പെട്ടു പോകുന്നത് രഹസ്യ ജീവിതങ്ങളിലാണ്. ജോസഫ് തൻ്റെ പരസ്യ ജീവിതത്തിലും
തൻ്റെ രഹസ്യ ജീവിതത്തിലും ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. പോത്തിഫറിന്റെ ഭവനത്തിൽ ആരും തങ്ങളെ കാണുന്നില്ലെന്നറിയുമ്പോൾ പോത്തിഫറിന്റെ ഭാര്യ ജോസഫിനെ കടന്നുപിടിക്കുന്നു. അവൻ കുതറിമാറി ഓടി. രഹസ്യ ജീവിതത്തിൽ ദൈവമുമ്പാകെ വിശ്വസ്തനായിരുന്നു. ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്ന പ്രസക്തമായൊരു ചോദ്യമുണ്ട്. നിന്റെ പരസ്യ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ ഇടവകയിലെ സജീവ സാന്നിധ്യമായിരിക്കും, സഭയിലെ ആത്മായ നേതൃത്വമായിരിക്കും. എങ്ങനെയുണ്ട് രഹസ്യ ജീവിതം? ഹോശേയ പ്രവാചകൻ 7-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് പറയുന്നു, നീ മറിച്ചിടാത്ത ദോശ പോലെയാണ്. സെമി കുക്ക്. ഒരു വശം നോക്കിയാൽ മൊരിഞ്ഞ് പൊരിഞ്ഞ് വെന്ത് ആരെയും ആകർഷിക്കുന്ന ഇടം. ചില ആത്മീയ നേതൃസ്ഥാനികളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങൾ നമുക്ക് വെളിവാകും. എൻ്റെ പട്ടത്ത ശുശ്രൂഷയിൽ അങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ എനിക്കിടയായി. ആ ഇടവകയിലെ സജീവ സാന്നിധ്യമാണ് ഭാര്യയും ഭർത്താവും. വിദേശത്തുനിന്ന് സ്വദേശത്ത് വന്നു. എല്ലാ കാര്യങ്ങളിലും മുൻപിലുണ്ട്. 10 വർഷമായി ഇടവകയിലെ കൈസാന സമിതിയിലെ സ്ഥിരാംഗമാണ്. ഒന്നീ മണ്ഡലം, അല്ലെ കൈസാന സമിതിയിൽ വരാൻ, അല്ലെങ്കിൽ അസംബ്ലി, അല്ലെങ്കിൽ സെക്രട്ടറി, അല്ലെ ട്രസ്റ്റി. ഇനി എല്ലാവരും കൂടെ ഒന്ന് വിചാരിച്ചു ഈ ആണ്ടിൽ അദ്ദേഹം വീട്ടിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഞൊഴഞ്ഞ് കയറി വരും ഏരിയ വൈസ് കമ്മിറ്റി അംഗം. കഴിഞ്ഞ 10 വർഷമായി കൈസാന സമിതി സ്ഥിരമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭാര്യയും ഭർത്താവും മാത്രം പാർക്കുന്നിടത്ത് ഒരു കാര്യം ഉച്ചയ്ക്ക് അത്യാവശ്യമായി ഒന്ന് പറയേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സമയം. ഡൈനിങ് ടേബിളിൽ ഒരു കൊച്ചുകുറുപ്പ് ചാരിയിരിക്കുന്നു. ഭക്ഷണം തയ്യാർ. ഭാര്യയും ഭർത്താവും മാത്രമുള്ളൊരു വീട്ടിൽ ഇങ്ങനെ ഒരു കുറുപ്പിൻ്റെ സാങ്കത്യം എന്താണ്? ഒരു നിമിഷം കൊണ്ട് ഒരു കാര്യം പറഞ്ഞു പോകാൻ ചെന്ന ഞാൻ അവിടെ നിന്ന് തിരികെ പാഴ്സനേജിൽ പോകുമ്പോൾ 4 മണിയായി. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ഞാൻ അവിടെ ഇരുന്നു. ചോദിച്ചു, വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ആ ഇടവകയിലെ സജീവ സാന്നിധ്യമായ മാതാവ് പറയുന്നു, അച്ഛാ, ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ സംസാരിച്ചിട്ട് 10 വർഷമായി. ഞങ്ങൾ 2 മുറിയിലാണ് കിടന്നുറങ്ങുന്നത്. ഇടവകയുടെ സജീവ സാന്നിധ്യമെങ്കിലും ബാഹ്യമായ നിന്റെ പ്രകടനങ്ങളല്ല ദൈവത്തിന് ആവശ്യം. എങ്ങനെയുണ്ട് നിന്റെ രഹസ്യ ജീവിതം? മാറ്റേണ്ടതിനെ ഈ രാത്രി മാറ്റണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മാറ്റിയെങ്കിൽ മാത്രമേ നിനക്ക് ബഥേലിലേക്ക് മടങ്ങി വരുവാൻ കഴിയൂ. ബഥേൽ ദൈവ കൽപ്പനയുടെ ഇടമായിരുന്നു യാക്കോബിന്. അങ്ങനെയെങ്കിൽ രണ്ടാമത് എന്താണ് യാക്കോബിന് ബഥേൽ എന്ന് നമുക്ക് ദർശിക്കാം. രണ്ടാമതായി നമുക്ക് കാണുന്നു, ബഥേൽ യാഗപീഠത്തിൻ്റെ ഇടമാണ്. ഇറ്റ് വാസ് ദ പ്ലേസ് ഓഫ് അൾട്ടർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ യാഗപീഠം ഇതാ ബഥേലിൽ യാക്കോബ് പണികടിച്ചു. ദൈവത്തിൻ്റെ യാഗപീഠം എന്നത് ദൈവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നിടമാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാണ് ബഥേലെങ്കിൽ യാക്കോബ് അവിടെ നിന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു എങ്കിൽ യഹോവ ഈ സ്ഥലത്ത് ഉണ്ട് എന്ന് അവൻ തിരിച്ചറിഞ്ഞവൻ. എന്നാൽ ഇതാ ഇപ്പോൾ അവൻ പാർക്കുന്ന ഇടത്ത് ദൈവ സാന്നിധ്യം ഇല്ല. Do you experience the presence of God in your personal life? Do you experience the presence of God in your family? നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും നിന്റെ ഭവനത്തിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങളിൽ തങ്ങളുടെ ഭവനത്തിലെ ഏറ്റവും സന്തോഷകരമായ വേളയിൽ
യേശുവിൻ്റെ സാന്നിധ്യം വീട്ടിലുണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരു ഭവനത്തെ നാം കാണുന്നുണ്ട്. നമ്മുടെ ഭവനങ്ങളിലെ സന്തോഷകരമായ വേളയിൽ യേശുവിൻ്റെ സാന്നിധ്യം വീട്ടിൽ നാം അനുഭവിക്കുന്നുണ്ടോ? ഒരു ഉദാഹരണം, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. വിവാഹ ജീവിതത്തിലേക്ക് പിറ്റേന്ന് മകൻ പ്രവേശിക്കാൻ പോകുന്നൊരമ്മ, ഒരു കുടുംബം. തലേന്ന് രാത്രി വിഭവസമൃദ്ധമായ ഒരു കൊച്ചു ഭക്ഷണം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന് വികാരി എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചു. വളരെ വിലപിടിച്ചുള്ള വിലയേറിയ വസ്തുക്കളാൽ ഭവനവും പരിസരവും ഒരാഴ്ചയ്ക്ക് മുമ്പേ ദീപാലങ്കൃതമായി കിടക്കുകയാണ്. തലേന്ന് രാത്രി ആ വീട്ടിലെത്തുവാൻ ഒരല്പം വൈകി. 9 മണി കഴിഞ്ഞു ഞാൻ അവിടെ എത്തുമ്പോൾ. ഇടവകയിലെയും സേവിയാ സംഘത്തിലെയും സജീവമായ സാന്നിധ്യമായിരിക്കുന്ന മാതാവ് നിൽക്കുന്ന ഇടം, ചെയ്യുന്ന ശുശ്രൂഷ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ആ ദേശത്തിലെ പ്രമുഖരായിരിക്കുന്ന പകൽ മാന്യന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരുപറ്റം ആളുകൾക്ക് വിഭവസമൃദ്ധമായ മദ്യസൽക്കാരത്തിന് നേതൃത്വം നൽകുകയാണ് ഒരമ്മ നിന്ന്. പിറ്റേന്ന് മകൻ കൗതാശികമായ ഒരു ശുശ്രൂഷയ്ക്കായി തൻ്റെ മകനെ ഒരുക്കേണ്ട ഒരമ്മ. നിങ്ങൾ ഈ രാത്രി ഉത്തരം പറയണം. ആ ഭവനം യേശുവിൻ്റെ സാന്നിധ്യമുള്ളൊരു ഭവനമാണോ? ഇത് മാർത്തോമാ സഭയിലെ ഒരു ഉദാഹരണം മാത്രമാണ്. അങ്ങനെയെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷവേളകളിൽ, തങ്ങളുടെ ജീവിതത്തിൻ്റെ സമൃദ്ധിയുടെ മധ്യത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം തൻ്റെ ജീവിതത്തിലും ഭവനത്തിലും ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ? എന്നോടൊപ്പം കോളേജിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി, അവനൊരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ അംഗമാണ്. ഇവൻ എല്ലാ ദിവസവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഭസ്മം പൂശി അവൻ ക്ലാസ്സിൽ വരും. ഈ സഹപാഠിയോട് ഞാനൊരിക്കൽ എൻ്റെ അറിവില്ലായ്മയിൽ ചോദിച്ചു, നീ എന്തിനാണ് ഇത്രമാത്രം ഭസ്മം നിന്റെ ശരീരമാസകലം പൂശി നീ ഈ കോളേജിൽ രാവിലെ ക്ലാസ്സിൽ വരുന്നത്? അവനെനിക്ക് നൽകി തന്ന ഒരു വലിയ പാഠമായിരുന്നു മറുപടി. അവൻ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും രാവിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിൽ നടയിൽ ചെന്ന് നിന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിച്ച് ഭസ്മമെടുത്ത് എൻ്റെ നെഞ്ചിൽ പൂശുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ, ഇന്നത്തെ എൻ്റെ ബോധം നിന്റെ ഹിതം ആകണം. എൻ്റെ കണ്ടങ്ങളിൽ പൂശുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ വാക്കുകൾ നിന്റെ ഹിതമാകണം. എൻ്റെ തലമേൽ ഞാൻ പൂശുമ്പോൾ ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ വിചാരങ്ങൾ നിന്റെ ഹിതമാകണം. ഇരുഭുജങ്ങളിലും ഞാൻ പൂശുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ഇന്നത്തെ എൻ്റെ പ്രവൃത്തികൾ എൻ്റെ ദൈവത്തിൻ്റെ ഹിതമായി തീരണം. ഈ രാത്രിയിൽ ഈ പന്തലിന് കീഴിൽ ശാന്തമായി ദൈവവചനം ശ്രവിക്കുന്ന ദൈവവൈതലേ, ഞാനും നിങ്ങളും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഭവനത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും വരണമെന്ന്, ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. യാക്കോബ് ഓർത്തു, ബഥേൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാണ്. അവിടേക്ക് യാക്കോബ് മടങ്ങിപ്പോകുന്നതിനായി 3 ക്രിയകൾ തൻ്റെ ഭവനത്തിൽ അവൻ അനുഷ്ഠിച്ചു. 1, വിഗ്രഹങ്ങളെ അവൻ നീക്കിക്കളഞ്ഞു. വിഗ്രഹങ്ങളെ അവൻ നീക്കിക്കളഞ്ഞു. 31-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. യാത്ര ആരംഭിക്കുമ്പോൾ റാഹേൽ തൻ്റെ അപ്പൻ്റെ വിഗ്രഹങ്ങളെ മോഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ ഭൗതികതകൾ വീണ്ടും വീണ്ടും അവളെ ഇതാ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതികതകളിൽ വീണുപോകുന്നവരാണ് നാം.
യാക്കോബിൻ്റെ അമ്മയും വീണുപോയത് അവിടെയാണ്. അനർഹമായതിനെ അർഹമാക്കാൻ യാക്കോബിനെ പ്രേരിപ്പിച്ചു. അനർഹമായതിനെ അർഹമാക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെയെങ്കിൽ അനർഹമായത് എന്തെങ്കിലും നമ്മുടെ ഭവനങ്ങളിലുണ്ടോ? നമ്മുടെ ഭവനങ്ങളിൽ വിഗ്രഹങ്ങളായി അതിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? അനർഹമായതിനെ ഏതു വഴിയും നമ്മൾ സ്വീകരിക്കുന്നവരാണ്. എൻ്റെ ഭാര്യ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. എന്നോടൊരു ദിവസം വന്ന് പറഞ്ഞു, അച്ഛൻ ഒരു ദിവസം ഓഫീസിൽ, ഗവൺമെൻറ് ഓഫീസിൽ വരണം, ക്രിസ്ത്യാനികളുടെ ഭക്തി കാണണമെങ്കിൽ. അങ്ങനെയാണ് പറഞ്ഞത്. തുടർന്ന് എനിക്ക് വിവരിച്ചു തന്നു. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ വാർദ്ധക്യകാല പെൻഷനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന ദിവസമായിരുന്നു. നമ്മുടെ ഇടവകയിലെ ഇന്ന കുടുംബം, മനസ്സിലായി, 45 വർഷം കുവൈറ്റിൽ അധ്വാനിച്ച് 10 തലമുറയ്ക്ക് വാരി കെട്ടിപ്പെറുക്കി കൂട്ടി നാട്ടിക്കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഒരു കുടുംബം. അതിലെ ഗ്രഹനാഥനും ഗ്രഹനായികയും ക്യൂ നിൽക്കുകയാണ്. എന്തിന്? ഗവൺമെൻറ് തലത്തിൽ പഞ്ചായത്ത് വഴി കൊടുക്കുന്നു വാർദ്ധക്യകാല പെൻഷൻ, അത് വാങ്ങാൻ വന്ന് നിൽക്കുകയാണ്. ക്യൂവിൽ നിന്ന് മുമ്പിൽ വന്ന് സെക്ഷൻ്റെ കൈ കൊടുത്തു പേപ്പറുകൾ. അവർ പറഞ്ഞു, നിങ്ങൾക്കിതിനൊന്നും അവകാശപ്പെട്ടതല്ല, അകത്ത് ചെന്ന് സാറിൻ്റെ നിന്ന് പെർമിഷൻ മേടിച്ചുകൊണ്ട് വാ. അകത്ത് വന്നിരുന്നപ്പോൾ എൻ്റെ ഭാര്യയുടെ മുമ്പിലാണ് വന്നത്. അയ്യോ, പ്രൈസ് ദി ലോർഡ്, കൊച്ചമ്മയായിരുന്നു ഇവിടെ. കൊച്ചമ്മേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാമോ? എന്താണ് വാർദ്ധക്യകാല പെൻഷൻ? ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്തവന് സർക്കാർ വെച്ച് നീട്ടുന്ന ഈ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങാൻ നീ ക്യൂ നിൽക്കുന്നെങ്കിൽ, അനർഹമായതിനെ അർഹമാക്കാൻ ഏതു മാർഗം സ്വീകരിക്കുന്നവരാണ്. അത് നിന്റെ ജീവിതത്തിൻ്റെ വിഗ്രഹങ്ങളാണെങ്കിൽ നിന്റെ വിഗ്രഹങ്ങളെ ഈ രാത്രി നീ തുടച്ചു മാറ്റണം. 2 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായത്തിൽ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ 25-ാം വയസ്സിൽ ദേശം ആത്മീയമായി തകർന്നു കിടക്കുന്ന അനുഭവത്തിൽ ഹിസ്കിയ രാജാവ് ദേശത്തിൻ്റെ അധിപനായി. ദേശത്ത് ആത്മീയമായ ഉണർവ് ലഭിക്കുന്നവൻ അവൻ ആദ്യം ചെയ്തത് അടഞ്ഞുകിടന്ന ദേവാലയത്തിൻ്റെ വാതിലുകൾ അവൻ തുറന്നു. അറ്റകുറ്റപ്പണികൾ തീർത്തു. 16 വർഷമായി കുമിഞ്ഞുകൂടിക്കിടന്ന ചപ്പുചവറുകളെ അവൻ പെറുക്കിയെടുത്ത് കദ്രോൺ തൊട്ടിൽ എറിഞ്ഞുകളഞ്ഞു. ജീവിതത്തിൽ നിന്ന് പെറുക്കിക്കളയേണ്ട വിഗ്രഹങ്ങളെ പെറുക്കിക്കളയാതെ ബഥേലിലേക്ക് മടങ്ങിപ്പോകാൻ നമുക്ക് കഴിയില്ല. ബഥേൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ഭവനമായി എൻ്റെ ഭവനം തീരണമെങ്കിൽ, നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പെറുക്കിക്കളയേണ്ട വിഗ്രഹങ്ങളെ ഈ രാത്രി പെറുക്കിക്കളയണം. ചിലരെ സംബന്ധിച്ചിടത്തോളം മക്കൾ വിഗ്രഹങ്ങളാണ്. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാ തീരുമാനിക്കുന്നത് ആ വീട്ടിൽ എങ്ങനെ മുന്നോട്ട് പോകണം. മക്കൾ ദൈവങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അബ്രഹാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മകനല്ല വലുത്, മകനെ തന്ന ദൈവമാ വലുത്. മകനല്ല വലുത്. ഇന്ന് മക്കൾ ദൈവങ്ങൾക്ക് പിന്നാലെ മാതാപിതാക്കൾ പായുമ്പോൾ നടക്കരുത്. മക്കളെ തന്ന ദൈവമാണ് ജീവിതത്തിൽ വലുത്. പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വിഗ്രഹം നിന്റെ അത്യാഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില വിഗ്രഹങ്ങളെ ഈ രാത്രി ദൈവം ചൂണ്ടിക്കാണിച്ചു തരുന്നെങ്കിൽ ബഥേലിലേക്ക് മടങ്ങാൻ, വിഗ്രഹങ്ങളെ പെറുക്കിക്കളയുവാൻ ഇടയാകണം. 2, യാക്കോബ് അവിടെ ചെയ്യുന്നു, ഒരു വൃത്തിയാക്കൽ അവിടെ നടത്തുകയാണ്. അവൻ്റെ ഭവനം ഒന്ന് ശുദ്ധീകരിച്ചു.
ഭവനം ശുദ്ധീകരിക്കുക. അങ്ങനെയെങ്കിൽ ഭവനത്തിൽ എന്താണ് അശുദ്ധി? മാതൃകയുള്ള തലമുറകളെ സൃഷ്ടിക്കണമെങ്കിൽ മാതൃകയുള്ള മാതാപിതാക്കൾ ഭവനത്തിൽ ഉണ്ടാകണം. Parents are the first teachers and teachers are the second parents. നാം അറിയാതെ നമ്മെ വായിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. നാം അറിയാതെ നമ്മിലെ തിന്മകളെ നന്മകളെ തലമുറകളിലേക്ക് നാം പകർന്നു കൊടുക്കുന്നുണ്ട്. നാം അറിയാതെ നമ്മെ വായിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. നമ്മുടെ കപടതകൾ, നമ്മുടെ തിന്മകൾ, നമ്മിലെ നന്മകൾ കണ്ട് കേട്ട് അവർ പഠിക്കുന്നു. ഞാൻ റാന്നി ക്രിസ്തോസ് മാർത്തോമാ ഇടവകയിൽ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ഇളയ മകന് 3 വയസ്സ് പ്രായം. അവൻ എവിടെ പോയാൽ ഞാൻ ഒരുങ്ങിയാലും ഉടൻ വന്ന് പറയും, അച്ഛാ ഞാനും വരുന്നു. പലയിടങ്ങളിലും കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കും. ഞാൻ ഒരു ഭവനമായുടെ ശുശ്രൂഷയ്ക്ക് ഞാൻ പോകാൻ ഒരുങ്ങിയപ്പോൾ പതിവ് പോലെ ഓടി വന്ന് ചോദിച്ചു, അച്ഛാ ഞാനും വരുന്നു. ഞാൻ പറഞ്ഞു, മോൻ ഇവിടെ നിൽക്ക്, ഞാനൊരു വീട്ടിൽ വരെ പോയിട്ട് ഓടി വരാം. കേട്ടനുസരിച്ചു. ഭവനമായുടെ ശുശ്രൂഷയ്ക്ക് ഞാൻ ആ വീട്ടിൽ പോയി. ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമ്പോൾ എൻ്റെ 3 വയസ്സുള്ള മകൻ, ഞാൻ ശ്രദ്ധിച്ചു, എൻ്റെ കുപ്പായം വന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് മണത്തു നോക്കുന്നു. അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, അച്ഛൻ എവിടെ പോയതാണ്? ഞാൻ പറഞ്ഞു, മോനെ നിന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്, ഒരു വീട്ടിൽ പോയതാടാ. അച്ഛൻ എന്നോട് കള്ളം പറയുക. വീട്ടിലല്ല പോയത്, പള്ളിയിലാണ്. പള്ളിയുടെ ഗന്ധമാണ് അച്ഛയുടെ കുപ്പായത്തിന്. പള്ളിയുടെ ഗന്ധമാണ് കുപ്പായത്തിനെന്ന് തിരിച്ചറിഞ്ഞ കുട്ടി ഞാനറിയാതെ എന്നെ വായിക്കുന്നു എങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയാതെ ചില ജീവിത സാഹചര്യങ്ങളെ ശുദ്ധീകരിക്കേണ്ടതുണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ചില ശുദ്ധീകരണം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ബഥേലിലേക്ക് നിനക്ക് മടങ്ങാൻ കഴിയൂ. 3, അവൻ അവിടെ ചെയ്യുന്നത്, they change their dress. അവരുടെ വസ്ത്രങ്ങളെയെല്ലാം അവൻ മാറ്റി. അഥവാ യാത്ര ആരംഭിക്കും മുമ്പ് പാപത്തിൻ്റെ മലിനതകൾ നിറഞ്ഞ വസ്ത്രങ്ങളെയെല്ലാം അവർ മാറ്റി. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവ സാന്നിധ്യബോധമുള്ള ഇടങ്ങളിൽ നാം എത്തപ്പെടണമെങ്കിൽ മലിനതകൾ നിറഞ്ഞ നമ്മുടെ വസ്ത്രങ്ങളെ ഒന്ന് മാറ്റേണ്ടത് ആവശ്യമാണ്. ഇതാ നഷ്ടപ്പെട്ടു പോയ മകൻ തിരികെ ഭവനത്തിലേക്ക് വരുമ്പോൾ അപ്പൻ അവൻ്റെ വസ്ത്രങ്ങൾ മാറ്റി, അവൻ്റെ ചെരുപ്പ് മാറ്റി, അവന് മോതിരമിടിയിച്ചു, ഒരു പുതുജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ഉടമയാക്കി അവനെ തീർത്ത് ഭവനത്തിലേക്ക് പ്രതിഷ്ഠിച്ചു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ രാത്രി ചില മലിനതകൾ നിറഞ്ഞ പാപത്തിൻ്റെ കറകൾ പുരണ്ട ചില വേഷവിധാനങ്ങൾ, ചില ആസക്തിയുടെ ചില വസ്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം അഴിച്ചു മാറ്റേണ്ടത് അനിവാര്യമാണ്. ബഥേൽ യാക്കോബിന് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടമായിരുന്നു. ബഥേൽ യാക്കോബിന് ദൈവ കൽപ്പനയുടെ ഇടമായിരുന്നു എങ്കിൽ, 3 അവസാനമായി ബഥേൽ ദൈവം യാക്കോബിനെ മാനിച്ച ഇടമാണ്. ദൈവം യാക്കോബിനെ മാനിച്ച ഇടമാണ്. യാക്കോബ് ദൈവത്തെ അനുസരിച്ചു, ദൈവം അവനെ മാനിച്ചു. യാഗപീഠം പണിത് ആരാധിച്ചപ്പോൾ ദൈവം
അവനെ അനുഗ്രഹിച്ചു. യാക്കോബ് പ്രാണരക്ഷാർത്ഥം തൻ്റെ ഭവനത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനായിരുന്നു. ഉടുതുണിക്ക് മറുതുണി ഉണ്ടായിരുന്നുവെങ്കിൽ കല്ലിന് പകരം നിശ്ചയമായും അവൻ മറുതുണി തലേണയായി വെക്കുമായിരുന്നു. ഒന്നുമില്ലാത്തവനായി തൻ്റെ ഭവനത്തിൽ നിന്ന് അവൻ യാത്ര ആരംഭിച്ചു എങ്കിൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു പ്ലാനിങ്ങും ഒരു പദ്ധതിയും മുൻപോട്ടുള്ളവൻ്റെ പ്രയാണത്തിനില്ലായിരുന്നുവെങ്കിൽ ഇതാ അവൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് ഇങ്ങനെയാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യാക്കോബോ മഹാധനികനായിരുന്നു. അപ്പോൾ യാക്കോബോ മഹാധനികനായിരുന്നു. ആത്മീയതയ്ക്ക് ഒരു കണ്ണുനീര് വേണം. ലഭിക്കാത്തതിനെ ഓർത്തുള്ള കണ്ണുനീരല്ല, അർഹതയില്ലാത്തത് ദൈവമേ നീ എനിക്ക് തന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയണം. ആ കണ്ണുനീരിന് രക്തത്തിൻ്റെ ഗന്ധം ഉണ്ടാകണം. ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടു, മിഥ്യാനെ കച്ചവടക്കാർക്ക് വിറ്റുകൊടുത്തു, അടിമയായി അവൻ തീർന്നു. സഹോദരങ്ങളുടെ മുൻപിൽ അവനെ മാനിച്ചൊരു ദൈവമുണ്ട്. അവൻ്റെ ജീവിതത്തെ മാനിച്ചൊരു ദൈവം അവനെ അനുഗ്രഹിച്ചു. ഗോഡ്സ് ബ്ലെസ്സിങ് ഈസ് ബിയോണ്ട് അവർ എക്സ്പെക്റ്റേഷൻസ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളുടെ പ്രതീക്ഷകൾക്കും അപ്പുറമാണ്. നടന്നു വന്ന വഴികളെക്കുറിച്ച് നോർത്താൽ, പിന്നിട്ട പാതയിൽ നാം കൈവരിച്ച നന്മകൾ ബിയോണ്ട് അവർ എക്സ്പെക്റ്റേഷൻസ്, നമ്മളുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായി ദൈവം നമ്മെ അനുഗ്രഹിച്ചു. God will trust us and God will test. ദൈവം നമ്മെ വിശ്വസിച്ച് ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം നമ്മെ ചിലതുകൊണ്ട് പരീക്ഷിക്കുകയും ചെയ്യും. ഭൗതികമായ നന്മകൾ ഈ നാളുകളിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്നു എങ്കിൽ ദൈവം ചിലത് വിശ്വസിച്ച് നമ്മെ ഏൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ അതിനെ വ്യാപാരം ചെയ്യുവാൻ കഴിയണം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് നമ്മെ നടത്തുന്നതാണ്. ദീർഘനാളുകൾ സിംഗപ്പൂരിൽ ജോലി ചെയ്ത് വിശ്രമിക്കുന്ന നമ്മുടെ സഭയിലെ ഒരു പ്രായം ചെന്ന പിതാവ് ഒരിക്കൽ തൻ്റെ അനുഭവം എന്നോട് പങ്കുവച്ചു. 40കളിൽ 10 മക്കളടങ്ങുന്നൊരു കുടുംബത്തിൻ്റെ മൂത്ത മകനായി ജനിച്ചു. വളരെ ദാരിദ്ര്യമുള്ള കുടുംബം, മാതാപിതാക്കൾ കഷ്ടതയുടെ ദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്നവർ. ആ നാളുകളിൽ സിംഗപ്പൂരിലേക്ക് പോകുവാൻ അദ്ദേഹത്തിനൊരു വിസ തരപ്പെട്ടു. കപ്പൽ മാർഗം പോകണമെങ്കിൽ ധാരാളം പണം കൊടുക്കണം. പലയിടങ്ങളിൽ നിന്ന് ഇദ്ദേഹം പണം വായ്പ വാങ്ങി കപ്പൽ മാർഗം സിംഗപ്പൂരിലേക്ക് യാത്ര തിരിച്ചു. പ്രതീക്ഷയോടെ സഹോദരങ്ങളും മാതാപിതാക്കളും യാത്രയാക്കി. സിംഗപ്പൂരിൻ്റെ തുറമുഖത്ത് കപ്പലെടുത്തി. യാത്രക്കാരെല്ലാവരും രേഖകൾ കാണിച്ച് സിംഗപ്പൂരിലേക്ക് ഓരോരുത്തരായി ഇറങ്ങാൻ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ ഊഴമായി തൻ്റെ കൈകളിലുള്ള രേഖകളെല്ലാം കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഇവിടെ ഇറങ്ങാൻ മതിയായ രേഖകളില്ല. നീ ഈ കപ്പലിൽ തന്നെ മടങ്ങി ഭാരതത്തിലേക്ക് പോകണം. ഒരു നിമിഷം തകർന്നുപോയി. എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച്
ഈ കടലിൽ ചാടി മരിക്കണമെന്ന് ആ മനുഷ്യൻ ആഗ്രഹിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ കപ്പലിന് പുറത്ത് ആരോ നിന്ന് കൈകൊട്ടി. മലയാളിയാണോ? അദ്ദേഹം പറഞ്ഞു, ഇറങ്ങി വാ. ഞാൻ ചെന്നു, എൻ്റെ രേഖകളെല്ലാം ആ മനുഷ്യൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇറങ്ങിപ്പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, അച്ഛാ, ഏകദേശം 50 വർഷത്തോളം ഞാൻ സിംഗപ്പൂരിൻ്റെ മണ്ണിൽ ഉന്നത ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തു. ഈ നാളുകളിലെല്ലാം എന്നെ കൈകൊട്ടി വിളിച്ച ആ മനുഷ്യനെ ഞാൻ തേടി അലഞ്ഞു, കണ്ടില്ല. ക്രിസ്തുവായിരുന്നു മുൻപിൽ വന്നു നിന്നത്. എൻ്റെ പ്രതീക്ഷ അടഞ്ഞുപോയപ്പോൾ, എൻ്റെ ജീവിതത്തിൻ്റെ വഴികളും വാതിലുകളും അടഞ്ഞുപോയപ്പോൾ, ബിയോണ്ട് അവർ എക്സ്പെക്ടേഷൻസ്, എൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി എന്നെ അനുഗ്രഹിച്ച ഒരു ദൈവം, ഒരു പ്ലാനും പദ്ധതിയുമില്ലാതെ യാക്കോബ് തൻ്റെ ഭവനത്തിൽ നിന്ന് യാത്ര ആരംഭിച്ചു. എന്നാൽ ഇതാ യാത്രയിൽ അവൻ മടങ്ങി വരുമ്പോൾ, അവൻ്റെ ജീവിത സയാനങ്ങളിലേക്ക് വരുമ്പോൾ, അവനെ അനുഗ്രഹിച്ച ഒരു ദൈവത്തെ അവൻ തിരിച്ചറിഞ്ഞു. ചതിയൻ എന്നായിരുന്നു അവൻ്റെ പേര്. എന്നാൽ അവൻ്റെ പേര് മാറ്റി അവനെ അനുഗ്രഹിച്ച, മാനിച്ച ഒരു ദൈവം. കടവിൻ്റെ തീരത്ത് അവൻ ആരെ ഓടി ഒളിച്ചുവോ, ആരിൽ നിന്ന് ഓടി മറയുവാൻ ശ്രമിച്ചുവോ, അവനുമായി മൽപ്പിടുത്തം നടത്തി യാക്കോബ് പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ആരിൽ നിന്ന് ഓടിയൊളിക്കാൻ അവൻ ശ്രമിച്ചോ, അവൻ തിരിച്ചറിഞ്ഞു. സഹോദരനെ കബളിപ്പിച്ച് ഭൗതികമായ നേട്ടങ്ങൾക്കായി എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റിവെച്ചു എങ്കിൽ എൻ്റെ മണ്ണല്ല, എൻ്റെ പ്രതാപങ്ങളല്ല, എൻ്റെ പണമല്ല ജീവിതത്തിൻ്റെ വലുതെന്നവൻ തിരിച്ചറിഞ്ഞപ്പോൾ ദൈവം അവൻ്റെ പേര് മാറ്റി. നീ ചതിയനായിരുന്നു എങ്കിൽ ഇതാ ഇന്നു മുതൽ നീ ദൈവത്തിൻ്റെ പ്രഭു ആയി മാറുകയാണ്. ഇസ്രായേൽ, നിന്റെ പേര് ഇന്നു വരെ ചതിയനെന്നായിരുന്നുവെങ്കിൽ നിന്നെ മാനിച്ച ഒരു ദൈവം ബഥേലിൻ്റെ ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അനുതാപമുണ്ടായി അനുരഞ്ജനത്തിലേക്ക് എത്തിച്ചേർന്ന യാക്കോബും ഏശാവും സഹോദരന്മാർ അവർ ഓടി വന്ന് പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പൊട്ടിക്കരഞ്ഞ് ഇതാ അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് ആയിത്തീരുകയാണ്. ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നൽകുകയായിരുന്നു. ബഥേൽ ദൈവ കൽപ്പനയുടെ ഇടമാണ്. ബഥേൽ യാഗപീഠത്തിൻ്റെ അഥവാ ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാണ്. ബഥേൽ യാക്കോബിനെ ദൈവം മാനിച്ച ഇടമാണ്. ഓരോ ദൈവവചനവും നമുക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് നമ്മിൽ തന്നെ ഒരു റീവാലുവേഷൻ ഉണ്ടാകണം, ഒരു റീ എക്സാമിനേഷൻസ് ഉണ്ടാകണം. നമുക്ക് ഒരു റീ ഡെഡിക്കേഷൻ ഈ രാത്രി ആവശ്യമാണ് ബഥേലിലേക്ക് മടങ്ങാൻ. ഒരിക്കൽ ഒരു നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ തങ്ങൾക്ക് ലഭിച്ച മുറിയിൽ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രൂപം കിടക്കുന്നു. നിരീശ്വരവാദിയായ ഈ മനുഷ്യൻ ഹോസ്പിറ്റൽ അധികാരികളുടെ അടുക്കൽ ചെന്ന് ആവശ്യപ്പെട്ടു, ഞാൻ വാടക തരുന്ന ഈ മുറിക്കുള്ളിൽ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രൂപം കിടക്കാൻ പാടില്ല. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രൂപം മാറ്റുവാൻ അവർ തീരുമാനിച്ചു. കാരണം നിരീശ്വരവാദിയായ ഈ മനുഷ്യൻ ആവശ്യപ്പെട്ടു,
ജനിക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞ് ഈ ലോകത്തിൽ ജനിച്ചു വീഴുമ്പോൾ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ രൂപം കാണാൻ എനിക്കിഷ്ടമല്ല. ഈ മുറിയിൽ നിന്ന് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രൂപം ഹോസ്പിറ്റൽ അധികാരികൾ എടുത്തു മാറ്റി. 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം അവന് സുന്ദരനും സുമുഖനുമായ ഒരു ആൺകുഞ്ഞിനെ നൽകി. ഈ സന്തോഷത്തിൽ അവൻ ഓടി വന്നു. കുഞ്ഞിനെ തൻ്റെ കയ്യിലേക്ക് കൈമാറിയ ഹോസ്പിറ്റൽ അധികാരി പറഞ്ഞു, ദൈവം നൽകിയത് സുന്ദരനും സുമുഖനുമായ ഒരു ആൺകുഞ്ഞെങ്കിൽ 2 കണ്ണുമില്ലാത്ത ഒരു അന്ധനായ പൈതലാണിത്. ജനിക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞ് ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ രൂപം കാണരുതെന്ന് ആഗ്രഹിച്ചവന് ക്രിസ്തു കൊടുത്ത സമ്മാനം അന്ധനായ ഒരു കുഞ്ഞിൻ്റെ ജന്മമാണെങ്കിൽ ഞാനും നിങ്ങളും ഈ രാത്രി പറയും, ദൈവം അവന് കൊടുത്ത ശിക്ഷയായിരിക്കും. അല്ല, ദൈവത്തിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. ഈ രാത്രി ദൈവത്തിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നൽകി. ബഥേലിലേക്ക് ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയൊരു ഭവനമെങ്കിൽ, വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം എന്നിൽ നിന്ന് അന്യപ്പെട്ടു പോയെങ്കിൽ, കുടുംബ പ്രാർത്ഥന ഇല്ലാത്തൊരു ഭവനമാണ് എൻ്റെ ഭവനമെങ്കിൽ, ഈ രാത്രി നമുക്ക് ഒരു തിരിച്ചുവരവോടുകൂടി, ഒരു തിരിച്ചറിവോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ബഥേലിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിന് ശക്തി തുറന്നുള്ള യാത്രയിൽ പകരണമേ. ആമേൻ. പത്താമത്തെ ഗാനം പാടുമ്പോൾ നമുക്ക് സ്തോത്രകാഴ്ച സമർപ്പിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. പരിചിതമായ ഗാനമാണല്ലോ. നമുക്ക് എല്ലാവർക്കും കൈകളടിച്ച് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പത്താമത്തെ ഗാനം. ദൈവം നമ്മെ നിർത്തിയതാ
ദൈവമേ കർത്താവേ, അങ്ങേക്ക് സ്തുതി. ഈ വചന കൂടാരത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ കൂട്ടിവരുത്തിയ ദൈവമേ, നിനക്ക് സ്തുതി. ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിന് വേണ്ടി സ്തോത്രം. ബഥേലിൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ, യാഗപീഠങ്ങൾ പൊളിച്ചത് പണിയുവാൻ, വാസ്തവമായ ദൈവം ഞങ്ങളുടെ മധ്യമുണ്ടെന്ന് ഗ്രഹിച്ച് നിന്നെ ഭയപ്പെടുവാൻ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് തുണയ്ക്കണമേ. വചനം പ്രഘോഷിച്ച പ്രിയപ്പെട്ട അച്ഛന് വേണ്ടി സ്തോത്രം. വന്യ തിരുമേനിയോട് ചേർന്ന്, വന്യ വൈദികരോട് ചേർന്ന് ഞങ്ങൾക്ക് ഇന്ന് ഈ കൂട്ടായ്മ തന്ന കൃപയ്ക്ക് സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളെ വാഴ്ത്തണമേ കർത്താവേ. തന്നതല്ലാതെ ഒന്നുമില്ലല്ലോ ദൈവമേ. എന്നും ഞങ്ങളെ ഓർപ്പിക്കണമേ, നന്ദിയാൽ നിറയ്ക്കണമേ, രാത്രി കൂടെ ഇരിക്കണമേ, പോക്കിലും അരുവിലും കൂടെ ഇരിക്കണമേ. ഇനിയുള്ള യോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ